1 കിലോ കാരമീനാണിത്. അപ്പോൾ നമുക്കത് കറിയാക്കി എടുക്കാം. അപ്പോൾ അതിനൊരു ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്കതിലേക്ക് ഒരു 10-35 ചുമന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കുടം വെളുത്തുള്ളി, അത് നല്ല വലിയ അല്ലിയാണ്. അപ്പോൾ അത് ആദ്യം ഇട്ട് കൊടുക്കുക. പിന്നെ ചുമന്നുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5 പച്ചമുളക് നെടുകെ കീറിയത്. 1 കിലോ മീനുണ്ടല്ലോ, അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. മുരിയൊന്നും വേണ്ട കേട്ടോ, നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു 3 തക്കാളി ചെറുതായി എരിഞ്ഞ് വെച്ചതാണ്, അത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വേഗമായി വരാൻ വേണ്ടി ഞാൻ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട്. എനിക്ക് പെട്ടെന്ന് ധൃതിയുള്ള കാരണമാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്താലും മതി. അപ്പോൾ നമ്മളൊരു മിനിറ്റ് കഴിയുമ്പോൾ അത് പെട്ടെന്നായി വന്നോളും. അപ്പോൾ തക്കാളി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി നമ്മുടെ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുക. നന്നായി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറയുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്താണ്. വലിയ എരിവൊന്നും ഉണ്ടാവില്ല, കളറ് കിട്ടും ചെയ്യും. അപ്പോൾ അതാണ് ഞാനത് എടുക്കാൻ കാരണം. ഇപ്പം കുരുമുളക് അങ്ങനെയൊന്നും ചേർക്കണില്ല. അപ്പം ഇത് ഞാൻ നമ്മുടെ തക്കാളിയിലുള്ള ഇപ്പോൾ തക്കാളി ഉടയ്ക്കുമ്പോഴുള്ള വെള്ളം ഉണ്ടല്ലോ, അതിലാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ. അപ്പോൾ അതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാകും. അപ്പോൾ അതിലൊന്ന് വഴറ്റിയെടുക്കണം. അത് ചൂടാറാൻ വെച്ചതിന് ശേഷം നമുക്കത് അരപ്പാക്കിയെടുക്കാം. വേറൊരു ചട്ടി വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അത് പൊട്ടി വരുന്നതോടുകൂടി ഒരു 1/2 സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ സവോളയാണ്. അതൊന്ന് വഴറ്റിയിടുക നമുക്ക്. അപ്പോൾ അരച്ച് വെച്ച് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് കുറുതായ കറിയായിട്ട് വരണം കേട്ടോ. അപ്പോൾ നമുക്ക് സവോള വഴന്ന് വരട്ടെ. ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ അരപ്പ് തയ്യാറാക്കി അരച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതായി വരുമ്പോൾ നമുക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം ഇടണമെന്നില്ല, നമ്മൾ താളിപ്പ് ശരിയാക്കുമ്പോൾ ഇട്ടാലും മതി. ഞാൻ ലാസ്റ്റ് ഒരു താളിപ്പ് ശരിയാക്കി എടുക്കുന്നുണ്ട്, അപ്പോൾ ഇട്ടാലും മതി. അപ്പോൾ ഞാൻ അതിലിങ്ങനെ ഇട്ടുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് ഈ വെളിച്ചെണ്ണയിലൊന്ന് നമ്മളൊന്നും കൂടി ഒന്ന് ഇളക്കി നന്നായി ഇതാക്കി എടുക്കണം കേട്ടോ. കുറച്ച് 2 മിനിറ്റ് നേരം അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇളക്കി എടുക്കുക. വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ആ അരപ്പിൽ ഇപ്പോൾ എനിക്ക് ചാറത്തിന് കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകിയ അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് കുടപ്പുളി ഇട്ട് കൊടുക്കാം. ഒരു 3 കുടപ്പുളി ഞാൻ ചെറുതായി ആക്കിയിട്ട് സോക്ക് ചെയ്ത് വെച്ചതാണ്, ചെറു ചൂടുവെള്ളത്തിൽ. അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വെള്ളമാകുമ്പോൾ അത് പാകമാണ്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. വളരെ ടേസ്റ്റിയായ വളരെ കുറുതായ ഒരു കറിയാണ്. അപ്പോൾ ഇതായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ശരിയാക്കി എടുക്കാനായിട്ട് ഒരു ചട്ടി വെച്ചിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട്, അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇത് ശരിയാക്കുമ്പോൾ നമുക്ക് വറ്റൽമുളക് ഇട്ടാലും മതി. ഞാനിപ്പോൾ ആ നേരത്തെ ഇട്ടുന്നുള്ളൂ. അപ്പോൾ ഇത് ഒന്ന് നന്നായി മുരിച്ചെടുക്കാം. മുരിഞ്ഞ് വന്നപ്പോൾ ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇട്ടാലും മതി. ഇതിനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് എടുക്കാം. അപ്പോൾ ഇതൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക്
അടച്ച് വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞാൽ വളരെ കുറുതായ ചാറോട് കൂടിയ ആ മീനും അങ്ങനെ ചാറ് ഒട്ടി പിടിച്ചിരിക്കുന്ന ഒരു കറിയാണ്. പിന്നെ വേറെ വേറെ നിൽക്കില്ല, മീനും ചാറും വേറെ ആയിട്ട് നിൽക്കില്ല, അതുപോലെ ഒട്ടിപ്പിടിച്ച് ഉള്ള ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. നമ്മുടെ അതിന് മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കുമ്പോൾ നമ്മൾ വളരെ ടേസ്റ്റിയായ കറി റെഡിയായി. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ, വളരെ ടേസ്റ്റ്. ഒരു നാളികേരം അരച്ച് ചേർക്കുക ഒന്നും വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ നാളേക്കൊക്കെ അത് ഭയങ്കര ടേസ്റ്റാണ്. ഉണ്ടാക്കാം ചാറ് ഇരിക്കുന്നുണ്ട്, ആ ചാറ് ആ മീനും അങ്ങനെ ഒട്ടി പിടിച്ചിരിക്കും. ഇതാണ് നമ്മുടെ കറി.